റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് പെരിങ്ങോട്ട് കുരിശിയിലെ തോൽവിയിൽ CPM-നെ പഴിച്ച് AV ഗോപിനാഥ്. CPM-ലെ തർക്കങ്ങളാണ് തോൽവിക്ക് കാരണമെന്നാണ് ആരോപണം. CPM-നകത്തു നിന്ന് തന്നെ ചിലർ പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്തു. LDF മുന്നണിയുമായി ചേർന്ന് മുന്നോട്ട് പോകുന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഗോപിനാഥ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാജയം ഉണ്ടായിട്ടുള്ളത്. അവിടെ സമുദായ പ്രശ്നം ഉണ്ടാക്കി, അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത് CPM-ൻ്റെ ഭാഗം. സമുദായം എളുപ്പം ബാധിക്കും. അതിന് കൊണ്ടുപോയിട്ട് എൻ്റെ വാർഡിൽ 200 വോട്ടിലേക്കും അത് ബാധിക്കുക. സമുദായം ഒന്നിച്ചായി, അതുകൊണ്ടാണ് പരാജയം. അങ്ങനെ പലപ്പോഴും സംസാരിച്ചു. ഭസ്മാസുറിന് വരം കൊടുത്ത മാതിരിയാണ് ഇത്, പിന്നെങ്കിലും വഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ അവർ ഇക്ബാലുണ്ട്. ഇക്ബാൽ, പെരിങ്ങോട്ട് കുരിശിയിൽ ഗോപിനാഥിന് നല്ല കാലമല്ല, ഇപ്പോൾ പഴിക്കുന്നത് CPM-ലെ വിമതശല്യം ഉണ്ടായിരുന്നു എന്നാണ്. ഗോപിനാഥ് LDF-ൽ തന്നെ തുടരാനാണോ സാധ്യത? ഇക്ബാൽ, അരുൺകുമാർ, പെരിങ്ങോട്ട് കുരിശിയിൽ LDF-ന് ഇപ്പോഴും ഭരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ AV ഗോപിനാഥ് ഉൾപ്പെടെ വികസന മുന്നണിയിലെ പല നേതാക്കളും തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് കാരണം CPM ആണ് എന്നുള്ളതാണ് AV ഗോപിനാഥ് കുറ്റപ്പെടുത്തുന്നത്. ഒരു സാമുദായിക പ്രശ്നം അത് CPM-നകത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പല വാർഡുകളും നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPM-ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ CPM നേതാക്കൾ അതിനൊന്നും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തോൽവി പല വാർഡുകളിലും ഉണ്ടായത് എന്നുള്ളതാണ് AV ഗോപിനാഥ് പറയുന്നത്. താൻ ഇപ്പോൾ എന്തായാലും LDF-ൽ തന്നെ തുടരും, LDF മുന്നണിയിൽ തന്നെ തുടരും. പക്ഷേ ഈ LDF മുന്നണിയിൽ തന്നെ തുടർന്നുള്ള യാത്ര, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തനിക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ തനിക്കൊപ്പമുള്ള ആളുകളുമായി താൻ നടത്തുകയാണ്. മാത്രമല്ല LDF-ലെ നേതാക്കൾ, പ്രത്യേകിച്ചും CPM-ന്റെ നേതാക്കളുമായി ഒരു ചർച്ച നടത്തും. ഈ പെരിങ്ങോട്ട് കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം അവരെ ധരിപ്പിക്കും. അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPM-ന് അകത്ത് ഒരു ധാരണ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുന്നണിയുമായി പോകുന്ന കാര്യത്തിൽ AV ഗോപിനാഥ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നണിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ AV ഗോപിനാഥിന്റെ തീരുമാനം. താങ്ക് യു. ഇക്ബാലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.